ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1796. ഇന്ന് നവംബർ മാസം 30-ാം തീയതി. ഈ ആണ്ടിലെ 335-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ ഈ ആണ്ടിലെ 11-ാം മാസവും കടന്നുപോവുകയാണ്. ഇളം തലമുറയുടെ വലിയൊരു പരാതിയുണ്ട്. കുറച്ചൊക്കെ കാര്യമാണ്. മുതിർന്നവർ വല്ലാതെ ഇടപെടുന്നെന്ന പറയുക, ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നെന്ന പറയുക, മാർഗ തടസ്സമായി മാറുന്നെന്ന പറയുക, വല്ലാത്ത ശല്യമാണെന്ന് പറയുക. വീട് വിട്ട് മനസ്സുകൊണ്ട് അവർ ഓടിക്കഴിഞ്ഞു പണ്ടേ. ശരീരം കൊണ്ട് ഓടാനായിട്ട് അവർ അതിന് സാഹചര്യം ഒരുക്കുകയും ഒരുങ്ങി വരാനായിട്ട് നോക്കിയിരിക്കുകയും ഒക്കെയാണ്. എന്ത് പറ്റി എല്ലാവർക്കും? ചെറുതുകളൊക്കെ ഒന്നുകൂടി മനനം ചെയ്യേണ്ടതാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാര്യങ്ങളെയൊക്കെ നമുക്ക് രണ്ടായിട്ടൊന്ന് തിരിക്കാൻ പറ്റുമോ? അതിലാദ്യത്തെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും താല്പര്യമാണ്. രണ്ടാമത്തേത് പ്രയോജനമുള്ള കാര്യങ്ങൾ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇളം തലമുറയ്ക്ക് മാത്രമല്ല, ഭൂമിയിലുള്ള ആർക്കും. എന്നാലും കാര്യങ്ങളെ രണ്ടായിട്ട് തിരിച്ചേ മതിയാവും. ഇഷ്ടമുള്ള കാര്യങ്ങളും പ്രയോജനമുള്ള കാര്യങ്ങളും. ഇതിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് വല്ലാതെ ധൃതിപ്പെടുന്നവരാണ്. താൽക്കാലിക സംതൃപ്തി ഉണ്ട് താനും. പ്രയോജനപ്രദമായ കാര്യങ്ങൾ ദീർഘകാലം നമ്മളെ പിന്തുടരാനുള്ളതാണ്. അതുപോലെ എല്ലാ പ്രിയങ്ങളും എല്ലാ കൊതികളും പക്വതയിൽ നിന്നോ ഒരു വിവേകത്തിൽ നിന്നോ രൂപപ്പെടുന്നതല്ല കേട്ടോ. അതും ഇരുകൂട്ടരും ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ്. പക്വതയും വിവേകവും ഒക്കെ എന്താണ്? പലതും പ്രായത്തിന്റെ പ്രത്യേകതകൾ മാത്രമാണെന്ന് തിരിച്ചറിയാം. നമ്മുടെ ഇഷ്ടങ്ങളും പ്രിയങ്ങളും പ്രായത്തിന്റെ എന്തൊക്കെയോ പ്രത്യേകത മാത്രമാണ്. അതുകൊണ്ട് മുതിർന്നവരെയും അവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും ഇടപെടലുകളെയും ഇടയ്ക്ക് കയറി വരലിനെയൊക്കെ നമ്മൾ തീർത്തും അങ്ങനെ തള്ളിക്കളയണ്ട. മാത്രമല്ല, അവനവന്റെ താല്പര്യങ്ങളെ മാത്രം താലോലിച്ച് പോകുന്നവർക്ക് ഈ മുമ്പേ നടന്നു പോയവരുടെ കാലടികളോ അവർ തെളിച്ച പാതയൊന്നും ഇഷ്ടപ്പെട്ടെന്നും വരില്ല. പറഞ്ഞു വരുന്നത് കുറെ കൂടി ഒരു ആദരവിലും സ്നേഹത്തിലും എല്ലാവരെയും ഒന്ന് ഉൾക്കൊണ്ട് മുൻപോട്ട് പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിനൊരു പ്രകാശവും ഊർജവും തരുന്നതാണ് സുവിശേഷം. അത് വായിച്ചു തുടങ്ങാനായിട്ട് ധൈര്യമുണ്ടോന്നാണ് ഇളം തലമുറയോടും മുതിർന്ന തലമുറയോടും ഒക്കെ ചോദിക്കാനുള്ളത്. സുവിശേഷം വായിച്ച് ദേശബോധത്തോടുകൂടി പതിയെ മുമ്പോട്ട് പോകാനായിട്ട് ഏതൊരാൾക്കും സാധിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.